ജിന്ന് പൂജകന്മാരായ ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നോ? ഹേയ്, അത് നമുക്ക് പറ്റൂല. ഇനിയിപ്പോ പറയും എന്ത്, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. മുജാഹിദുകൾ ഹദീസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ അങ്ങനെ നമ്മൾ ആരും ഹദീസ് കണ്ടിട്ടില്ല, അതിപ്പോ ചില അൽബാനിയൻ സിദ്ധാന്തക്കാർ ഇറക്കുകയാണ് എന്ന്. അങ്ങനൊന്നും പറയണ്ട, അങ്ങനൊന്നും പറഞ്ഞു പോകണ്ട. നേരെ മറിച്ച് കണ്ടോളൂ. മലയാളത്തിലെ ഇത് അത്യാവശ്യം ബുഖാരി മുസ്ലിം മറിച്ച് നോക്കാൻ പറ്റിയില്ലെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമാനി മൗലവി ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഇസ്ലാമിക ജീവിതം എന്നാണ് എൻ്റെ പേര്. അതിൻ്റെ അകത്ത് കൃത്യമായി ഹർക്കത്തൊക്കെ ഇട്ട് ഹദീസൊക്കെ എഴുതിയിട്ട് എൻ്റെ അർത്ഥം ചോട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോ അറബി തൽക്കാലം വായിക്കാൻ അറിയില്ലെങ്കിലും അതിങ്ങനെ അത്യാവശ്യം നോക്കിയാൽ ഹദീസും ആയത്തൊക്കെ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ പഠിക്കാൻ വേണ്ടി എഴുതിയൊരു ബുക്കാ ഇസ്ലാമിക ജീവിതം. ആ ഇസ്ലാമിക ജീവിതത്തിൽ ഈ ഹദീസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മറിച്ച് നോക്കിക്കോളൂ. ആ ഇസ്ലാമിക ജീവിതത്തിന്റെ 436 ഹദീസ് അവിടെ കൃത്യമായി ഇസ്ലാമിക ജീവിതത്തിൽ അമാനി മൗലവി എഴുതിയോ? അമാനി മൗലവി നവയാഥാസ്ഥികൻ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആള്. നിങ്ങൾ പറയും, അതല്ല അതിനപ്പുറവും പറയും. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ തൗഹീദിന്റെ വെളിച്ചം അണഞ്ഞുകൊണ്ടിരിക്കുന്നു, സുന്നത്തിന്റെ വെളിച്ചം അത് തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നു. റബ്ബ് കാണിച്ചു തന്ന ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒന്ന് വായിച്ചു നോക്കൂ. അമാനി മൗലവി എഴുതിയിട്ടില്ലേ? അത് അമാനി മൗലവി എഴുതിയതെങ്കിലും ഒന്ന് വായിച്ചുകൂടായിരുന്നോ? എന്നിട്ടല്ലേ സക്കറിയ സലാഹിയുടെ ക്ലിപ്പ് മനസ്സിലാക്കാൻ, ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ. ഇനി അത് മാത്രല്ല, അമാനി മൗലവി തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. സക്കറിയ സലാഹി പറഞ്ഞ വാചകം ഇതിന്റെ അകത്തുണ്ട്. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം, ആ പുസ്തകത്തിൽ സക്കറിയ സലാഹി പറഞ്ഞ വാചകം കേട്ടോളൂ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. ജ്യോത്സ്യന്മാർക്ക് പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു സാങ്കത്യവും ഇല്ല. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാങ്കത്യമില്ല. ഇത് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലില്ലേ? മലയാളത്തിലല്ലേ? ഇത് വാങ്ങാൻ കിട്ടില്ലേ? ഇത് ബുദ്ധിയുള്ളവർ വായിക്കില്ലേ? വായിച്ചവർ കാര്യം ഗ്രഹിക്കില്ലേ? എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിൽ നിന്ന് പഴച്ചുപോയി. അതിന് തെളിവെന്താ? സക്കറിയ സലാഹി പറഞ്ഞു, ജിന്ന് സേവകർക്ക് ശൈത്താൻ അവന്റെ കഴിവിൽപ്പെട്ട സഹായം ചെയ്യുമെന്ന് പറഞ്ഞത്. അത് വ്യതിയാനാണ് പോലും. ആർക്കാ വ്യതിയാന? അമാനി മൗലവിക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശബാബിന് അതിൽ ലേഖനം പരിഭാഷപ്പെടുത്തിയ എംഐ തങ്ങൾക്ക് അല്ലേ? ഇനിയോ അത് മാത്രല്ല പിന്നെയും കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹം പറയാണ്. എന്താ പറയണ നോക്കൂ, എന്താ പറയുന്നത്? ഞാൻ വേഗം വിശദീകരിക്കുകയാണ്, സമയം വളരെ പരിമിതമായതുകൊണ്ട്. എന്താ പിന്നെ പറയുന്നത്? പിന്നെ അദ്ദേഹം ഇട്ടൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് എന്താ കേട്ടോളൂ. സക്കറിയ സലാഹിക്കെതിരെ ഇടുന്ന ക്ലിപ്പാണ്. ഇനി കേൾക്കണോ അവരുടെ വാദം? സാധാരണ നമ്മളൊക്കെ പറയാറുള്ള എന്താ, ജാറത്തിൽ പോയാൽ അവിടെ പല തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടാവുന്ന ഉള്ളാൾ തങ്ങളുടെ അടുക്കൽ പോയാൽ വരുമ്പോഴേക്കും ആളെ കുറിച്ച് ഉള്ളാൾ തങ്ങൾ പറയുന്ന കടവത്തൂരിന്നല്ലേ, നഫീസ് അല്ല പേര്, ഭർത്താവ് ഗൾഫിലാണില്ലേ, അവിടെ ഇവിടെയൊക്കെ പോയില്ലേ, കുറെ കാലായിരുന്നില്ലേ. ഉള്ളാൾ തങ്ങളുടെ അടുക്കൽ കടവത്തൂരിൽ നിന്ന് ചെന്ന നഫീസയോട് ഉള്ളാൾ തങ്ങൾ അങ്ങനെ പറയും. എങ്ങനെയാണ് സാധിക്കുന്നത്? അത് ശൈത്താനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്, ഖരീനിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. കേട്ടു നോക്കി നിങ്ങൾ പ്രസംഗം. പോയ കടവത്തൂരിലല്ലേ, നബീസന്റെ പേര്, ബാപ്പാന്റെ പേര് അഹമ്മദല്ലേ, ഭർത്താവ് കുറെ ഗൾഫിലായിരുന്നില്ലേ, ഇതിപ്പോ സുഖല്ലേ, അവിടെ പോയിട്ട് മാറിയില്ലല്ലേ. കേൾക്കുമ്പോൾ ഞെട്ടി, ഇയാള് ദിവ്യം തന്നെ കേട്ടോ. എന്താ സംഗതി? ഇയാളുടെ കരീം, ഇപ്പൊ എന്റെ കരീം എന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം, തങ്ങളെ കരീം എന്റെ കരീമായിട്ട് ബന്ധപ്പെടാം. അതിനെങ്ങനെ സാധിക്കാന്നാ സുന്നമി ചോദിക്കണേ. നമ്മക്ക് അതിന്റെ പണിയല്ല, അവരോട് ചോദിച്ചു നോക്കി എങ്ങനെ സാധിക്കാം.
ജിന്ന പൂജകന്മാരോട് പോയി ചോദിച്ചു നോക്കി. എന്നിട്ട് കരീനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ് എന്റെ കഴിഞ്ഞ കാലത്തെ കാര്യമൊക്കെ പറഞ്ഞത്. അതൊരു കേട്ടിനോട് കൂടി ഇയാൾ ഭാവി അറിയുന്ന ആളാന്ന് ഞാനങ്ങ് വിശ്വസിച്ച് ഇയാൾ പറഞ്ഞൊക്കെ പിന്നെ അടിമകൾ പോലെ കേൾക്കുകയാണ്. ഇതാണ് ഇപ്പൊ അന്ധവിശ്വാസങ്ങളുടെ ഉള്ളറകൾ തേടി ആളുകൾ പഠിച്ചതാണിത്. അന്ധവിശ്വാസ പക്ഷെ ഇത് പ്രചരിപ്പിച്ചടക്കണ പണിയാ പോയിക്കൊള്ളേ. കരീനും തമ്മിൽ ബന്ധപ്പെട്ട് നമ്മളുടെ രഹസ്യങ്ങളൊക്കെ ഭാവിയിൽ കഴിഞ്ഞു പോയതൊക്കെ പറയാൻ പറ്റും ഉള്ളാൾ തങ്ങളെ പോലുള്ളവർക്ക് എന്നാ പറഞ്ഞത്. ഇതിന് സമാനമായി ബഹുമാന്യനായ സുഹൃത്ത് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഉള്ളാൾ തങ്ങളെ കുറിച്ചാണ് സക്കരിയ പറഞ്ഞതെങ്കിൽ അമ്പലക്കടവ് ഫൈസി പറയുന്നത് അമ്മയുടെ അടുക്കൽ ചെന്നാൽ, അതുപോലെ തന്നെ സായി ബാബയുടെ അടുക്കൽ ചെന്നാൽ ബാക്കി കിട്ടുള്ളൂ. കേൾക്കണ്ട, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അമ്പലക്കടവിന് മടവൂരിൽ കേട്ടാ മതി. ജക്കരിയ സലായി പറഞ്ഞല്ലോ, ജക്കരിയ സലായി പറഞ്ഞു എന്നാ. അത് തെറ്റ. മൂപ്പർ എന്നിട്ട് ഇങ്ങനെ ആയത്തിന്റെ ശരം ഇങ്ങനെ ഓതുക. മൂപ്പർ കാണാൻ പറയുന്ന മുഴുവൻ ആയത്ത് ഓതി. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞത് ശരിയാവോ? നിങ്ങൾ കാണാപ്പാടം പഠിച്ച കുറെ ആയത്തുണ്ട്, അത് ഇങ്ങനെ ഓതുക തന്നെ, ഒരു ബന്ധമില്ല. ആയത്ത് ഇങ്ങനെ ഓതുണ്ട്, അല്ല മാത്രം വൈബറിയൂ ഇങ്ങനെ ഓതുക. അത് കേൾക്കണോ എന്ത് വിചാരിക്കണം? ഈ വൈബറിയൂ അല്ല മാത്രമേ വൈബറിയൂ ഉള്ളൂ എന്ന് പറഞ്ഞതിന്റെ വിരുദ്ധാണ് ജക്കരിയ സലാഹി പറഞ്ഞത് എന്ന് വരുത്തണം. ഞാൻ ചോദിക്കട്ടെ മാന്യ സഹോദരങ്ങളെ, ജക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ എന്ത് രേഖ നിങ്ങളുടെ കയ്യിലുണ്ട്? അതൊരു പുതിയ വാദമാണ്, മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. പറയാത്ത വാദമാണെന്ന് പറയാൻ എന്ത് രേഖ നിങ്ങളുടെ കയ്യിലുണ്ട്? കൊണ്ടുവാ, തെളിവ് കൊണ്ടുവാ. അല്ലാതെ വാശിയും വൈരാഗ്യവും വെച്ചിട്ടിങ്ങനെ കിട്ടുന്നിടത്ത് പണി വെച്ച് നടന്നാ പോരാ. തെളിവ് കൊണ്ടുവാ. എന്നാൽ ജക്കരിയ സലാഹി പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം. എവിടുന്നല്ലേ? സൽസബീലിൽ നിന്ന്. ആരുടെ സൽസബീൽ എന്നറിയോ? ഉമർ മൗലവിയുടെ സൽസബീലിൽ നിന്ന്. ആരെഴുതിയ ലേഖനത്തിൽ നിന്നറിയോ? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഹുസൈൻ മടവൂർ ഡോക്ടർ ആകുന്നതിന് മുമ്പ് ഡോക്ടറായ ഹുസൈൻ മടവൂർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ആദർശത്തിന്റെ അമരക്കാരനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ഈ കേരളത്തിൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം മഹാനായ ഉമർ മൗലവി ഇവിടെ നടത്തിയ പത്രമുണ്ട് സൽസബീൽ. നിങ്ങൾ സിൽസിൽ ബൗൽ എന്ന് പറഞ്ഞ് പരിഹസിച്ച ആ പത്രത്തിൽ മഹാനായ പണ്ഡിതൻ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം മലയാളത്തിലാണെന്ന് വായിച്ചു നോക്ക്. എന്താ ഉള്ളത് കേട്ടോളൂ. ഇങ്ങനെ ആരാധനയിലൂടെ പിശാചിന്റെ മിത്രങ്ങളായി മാറുന്നവർക്ക് പിശാചിൽ നിന്നുള്ള ചില ഉപകാരങ്ങൾ ലഭിച്ചേക്കും. ഇത് ഞാൻ ജക്കരിയ സലാഹിയുടെ ലേഖനമല്ല, നേരെ മറിച്ച് സൽസബീൽ, ഉമർ മൗലവിയുടെ സൽസബീലിന്റെ ഒറിജിനൽ കോപ്പി, ഫോട്ടോ കോപ്പി അല്ല. സംശയമുള്ളവരുണ്ടെങ്കിൽ, റബ്ബിനെ സ്നേഹിക്കുന്നവരും പേടിക്കുന്നവരും ഉണ്ടെങ്കിൽ, ഈ ആദർശത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ വായിച്ചു നോക്ക്. എന്താ ഇതിലുള്ളത് പറഞ്ഞു നോക്കൂ. പൈശാചിക ബോധനങ്ങൾ കിട്ടുകയും തങ്ങൾ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നുവെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. ആരെങ്കിലും അവരെ വല്ല കാര്യത്തിനും കാണാൻ വന്നാൽ എവിടെ നിന്ന് എന്താവശ്യത്തിന് വരുന്നു എന്നും മറ്റും അവർ അഡ്വാൻസ് ആയി പറഞ്ഞൊപ്പിച്ചു കളയും. ഒരാൾ ചെല്ലുമ്പോ തന്നെ എന്തേ ഇന്ന